ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഓണപ്പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപയാണ് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ പെൻഷനും കുടിശ്ശിക ആയിരുന്നതിൽ ഒരു ഗഡുവും ചേർത്താണ് 3200 രൂപയുടെ ഓണപ്പെൻഷൻ നൽകുന്നത്. 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളിലേക്ക് നൽകുന്നതിനായി 1700 കോടി രൂപയാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. 2 മാസത്തെ പെൻഷൻ തുക ആയതിനാൽ 1600 രൂപ 2 തവണയായി ഏതാനും മിനിറ്റുകളുടെയോ മണിക്കൂറുകളുടെയോ ഇടവേളകളിലാണ് അക്കൗണ്ടുകളിൽ എത്തുന്നത്. ചിലർക്ക് ഒരു ദിവസം ഒരു ഗഡുവും അടുത്ത ദിവസം രണ്ടാമത്തെ ഗഡുവായ 1600 രൂപയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടാകും. പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറച്ച എമൗണ്ട് ആയിരിക്കും അക്കൗണ്ടിൽ എത്തുക. 300 രൂപ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് 2 മാസത്തെ ഗഡുക്കളായതിനാൽ 600 രൂപ കുറവായിട്ടായിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക. സംസ്ഥാന വിഹിതം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ശേഷം 2-3 ദിവസത്തിന് ശേഷമാണ് കേന്ദ്രവിഹിതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. സംസ്ഥാന വിഹിതവും കേന്ദ്രവിഹിതവും 2 വ്യത്യസ്ത ബില്ലായാണ് അനുവദിക്കുന്നത്. സംസ്ഥാന വിഹിതം ഗുണഭോക്താവ് നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലും കേന്ദ്രവിഹിതം അവസാനമായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്കുമാണ് വരിക. വീടുകളിലേക്ക് തുക ലഭിക്കുന്നവർക്ക് കേന്ദ്രവിഹിതം മാത്രമായി പിന്നീട് ലഭിക്കുന്ന സ്ഥിതിയുമുണ്ട്. വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് ഓണപ്പെൻഷനായി 3200 രൂപ ഒരുമിച്ച് തന്നെ ലഭിക്കും. ഓണത്തിന് മുമ്പായി പരമാവധി പേർക്ക് ഓണപ്പെൻഷൻ എത്തിക്കുന്നതിനായി 11-ന് തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ബുധനാഴ്ച വൈകിട്ടോടുകൂടി DBT സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാവാറായി. സാധാരണഗതിയിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക വന്ന് 2 ദിവസം കഴിഞ്ഞൊക്കെയാണ് വീടുകളിലേക്ക് പെൻഷൻ തുക വിതരണം ആരംഭിക്കുകയെങ്കിലും ഓണത്തിന് മുമ്പ് എത്തിക്കുന്നതിനായി വാതിൽപ്പടി വിതരണവും നാളെ മുതൽ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. മാത്രമല്ല അവധി ദിനങ്ങളായ 1-ാം ഓണത്തിനും ചിലയിടങ്ങളിൽ തിരുവോണത്തിനും പ്രാദേശികമായി സഹകരണ ജീവനക്കാർ വീടുകളിലേക്ക് പെൻഷൻ തുക വിതരണം നടത്തിയേക്കും എന്നും അറിയുവാൻ കഴിയുന്നുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം 16 ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനും വിതരണം തുടങ്ങുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിൽ ഓണപ്പെൻഷനായി 3200 രൂപ എത്തിച്ചേർന്നവർ അക്കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. ചില സാങ്കേതിക കാരണങ്ങളാൽ ഓഗസ്റ്റിലെ 1600 രൂപ ചിലർക്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല. ഈ 3200-നോടൊപ്പം അത്തരക്കാർക്ക് ആ 1600 രൂപ കൂടി എത്തുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.